Welcome to Blessing today. I believe God is going to do something big, great, new in your life. Amen. ഇന്നത്തെ എപ്പിസോഡ് മുഴുവൻ കാണുക. വളരെ 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 പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മളിന്ന് തീരുമാനിക്കാൻ പോവുകയാണ്. രക്തബന്ധങ്ങൾക്ക് വിലയുണ്ടോ? ഭയങ്കര വിലയാണ്. രക്തബന്ധമാണെന്ന് കേട്ടാൽ എന്തിനും തയ്യാറാവും. അങ്ങനെ ഒരു ബന്ധത്തെക്കുറിച്ച് ഞാനിന്ന് സംസാരിക്കാൻ പോവുകയാണ്. ടി വിയിൽ കാണുന്നവർ മറ്റുള്ളവരെ കൂടെ ക്ഷണിക്കുക. സോഷ്യൽ മീഡിയയിൽ കാണുന്നവർ മറ്റുള്ളവർക്ക് ലിങ്കുകൾ അയച്ചു കൊടുക്കുക. ഓഡിയോ പ്ലാറ്റ്ഫോമുകളിൽ കാണുന്നവരും അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക. സ്പോൺസേഴ്സിനായി പ്രാർത്ഥിക്കാം. എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറാണ് ആദ്യത്തേത്. താങ്ക് യു സോ മച്ച്. സ്പോൺസർ ചെയ്തിരിക്കുന്നത് മോർണിംഗ് ഗ്ലോറിക്ക് വേണ്ടി നന്ദി അർപ്പിച്ചുകൊണ്ടാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആ വ്യക്തിയെ അനുഗ്രഹിക്കുന്നു. കുടുംബങ്ങളുടെ ആത്മീയമായ ഉണർവിനും ഉയർച്ചയ്ക്കുമായി പ്രാർത്ഥിക്കുന്നു. മക്കളുടെയും കൊച്ചുമക്കളുടെയും ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹത്തിനായി കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്ത നമ്മുടെ സ്പോൺസർ മറിയപ്പടിയിൽ നിന്ന് സുമതി മണി ആണ്. താങ്ക് യു സോ മച്ച് സുമതി. കർത്താവെ, നീ ഇതുവരെ കൊടുത്ത എല്ലാ നന്മകൾക്കുമായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മരുമക്കളായ സജ്നയും ധന്യയും വിശ്വാസത്തിൽ വരുവാനും കർത്താവെ രോഗങ്ങളിൽ നിന്ന് പരിപൂർണമായ വിടുതൽ ഉണ്ടാകേണ്ടതിനായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കളുടെ ജോലിയിൽ ഉയർച്ച ഉണ്ടാകുവാൻ, അവർക്ക് തലമുറകൾ ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്ത നമ്മുടെ സ്പോൺസർ ബാംഗ്ലൂരിൽ നിന്ന് ഒരു വെൽവിഷറാണ്. താങ്ക് യു സോ മച്ച്. കർത്താവെ, ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായി സൗഖ്യമാകുവാൻ, നല്ല ആരോഗ്യമുണ്ടാകുവാൻ, 4 കൊച്ചുമക്കൾ ദൈവ പൈതലായി ആരോഗ്യത്തോടെ വളരുവാൻ, അവരുടെ വിദ്യാഭ്യാസവും ഭാവിയും അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി കൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. ആരാധിക്കുന്നു യേശുവേ, ആരാധിക്കുന്നു. നീ നല്ലവൻ, സർവ്വവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവ്വവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ നല്ലവൻ, സർവ്വവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവ്വവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപയാൽ കഴിഞ്ഞ വർഷങ്ങളിൽ കുറച്ചൊക്കെ യാത്ര ചെയ്യാൻ ദൈവം സഹായിച്ചു. അതിൽ മറ്റു ചില രാജ്യങ്ങൾ, മറ്റു ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത്,
ഞാൻ അവരെ ഇതുവരെ കണ്ടിട്ടില്ല, അവരെന്നെ ഇതുവരെ കണ്ടിട്ടില്ല. ചിലപ്പോൾ മാധ്യമങ്ങളിൽ കണ്ടു കാണും, ടി വി പ്രോഗ്രാമിലോ യൂട്യൂബിലോ ഒക്കെ കണ്ടു കാണും. ചില ആളുകൾ ഇൻവൈറ്റഡ് ആയിട്ടൊക്കെ പോകുമ്പോൾ, എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ, എവിടെയെങ്കിലും ചെന്ന് തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ സാധാരണ സംഭവിക്കുന്നത് 1000 വർഷം പരിചയമുള്ളതുപോലെ അങ്ങ് ഇടപഴകാൻ തുടങ്ങും. അവിടെ ചെന്ന് നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്, നിങ്ങളുടെ ദേശം എന്താണ്, നിങ്ങൾ ഏത് ദൈവത്തെയാണ് സേവിക്കുക, ഇതൊക്കെ കുറേ ചോദ്യങ്ങളൊന്നും ചോദിച്ച് പരിചയപ്പെട്ടൊന്നും ക്ലിക്കാകേണ്ട ആവശ്യമില്ല. ഒറ്റയടിക്ക് കണക്റ്റ് ആവുക. അപ്പം ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇപ്പോൾ ആഫ്രിക്കയിൽ ചെന്നാൽ ആഫ്രിക്കൻ വംശജർ, ഇന്ത്യൻ വംശജരെ കുറിച്ചല്ല പറയുന്നത്, മറ്റ് സ്ഥലങ്ങളിൽ എത്തുമ്പോൾ അവരൊക്കെ വളരെ പെട്ടെന്ന് ക്ലോസ് ആവും. എനിക്ക് പിന്നീടാണ് ഒരു കാര്യം മനസ്സിലായത്, ഇതൊരു രക്തബന്ധം ഉള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അത് ആദമിൻ്റെ രക്തത്തെക്കുറിച്ചോ നമ്മുടെ ബന്ധുക്കൾ തമ്മിലുള്ള രക്തത്തെക്കുറിച്ചോ ഒന്നുമല്ല ഞാൻ ഈ പറയുന്നത്. ദ ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിൻ്റെ രക്തത്താൽ. ഈ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞു ഓർക്കണം, 23 സെക്കൻഡിൽ ബ്ലഡ് ബോഡിയിൽ എല്ലായിടത്തും എത്തുന്നു. അത്രയ്ക്ക് ഫാസ്റ്റായിട്ട് ഒരു സർക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഹാർട്ട് എന്ന് പറയുന്ന ഈ പമ്പ് ചെയ്തങ്ങ് വിടുകയാണ്. ഇവിടെ വരെ താഴേക്ക് വരെ എല്ലായിടങ്ങളിലേക്കും പമ്പിങ് നടന്നുകൊണ്ടിരിക്കുക, നിരന്തരം പമ്പിങ് നടന്നുകൊണ്ടിരിക്കുക. ഒരിക്കലും അത് സ്റ്റോപ്പ് ആകുന്നില്ല. ഒരു മിനിറ്റിൽ തന്നെ എത്ര 72 ചിലക്ക് കൂടുതലാണ്, ചിലക്ക് കുറവായിരിക്കാം, പക്ഷേ ആവറേജ് അടിച്ചുകൊണ്ടേ ഇരിക്കുക. പൾസൊക്കെ നമ്മൾ നോക്കും, ഹാർട്ട് ബീറ്റ് നോക്കും. എന്താ പരിപാടി? ബ്ലഡ് ഇങ്ങനെ എല്ലായിടത്തും, അതിനെ രക്തചംക്രമണം അല്ലേ എന്നല്ല പറയാം, ബ്ലഡ് സർക്കുലേഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു രക്തബന്ധം. യേശു കർത്താവിൻ്റെ രക്തത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും, ഏത് ജനതയായാലും ഏത് ജാതിയായാലും ഏത് ജനറേഷനായാലും തമ്മിൽ കണക്റ്റഡാണ്. കാരണം അതിലൂടെ എല്ലാം രക്തം ഒഴുകുന്നുണ്ട്. യേശുവിൻ്റെ രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ രക്തത്തിൽ വിശ്വസിക്കുന്ന നമ്മളെല്ലാവരും കണക്റ്റഡാണ്. നമ്മൾ റിലേഷൻസാണ് അല്ലേ, റിലേറ്റീവ്സാണ്, നമ്മളെല്ലാം ബന്ധുക്കളാണെന്നുള്ളത് നമ്മൾ ഓർക്കുക. പറയാൻ വന്നത്, ദ ബ്ലഡ് ഓഫ് ജീസസ് യൂണിഫൈസ്, കണക്ട്സ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഈ പാപത്തിനൊരു പ്രത്യേകതയുണ്ട്. പാപം എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെട്ടാൽ അവിടെ ഡിവിഷൻ ഉണ്ടാവും, ഡിസ്ട്രക്ഷൻ ഉണ്ടാവും, ഡെത്ത് ഉണ്ടാവും. എല്ലാം ഡീലാ പറഞ്ഞു. എന്തൊക്കെയുണ്ടാവും മലയാളത്തിൽ? ഡിവിഷൻ ഉണ്ടാവും, അനൈക്യത, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഭിന്നത ഉണ്ടാവും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മരണമുണ്ടാകും, ഡിസ്ട്രക്ഷൻ, നാശം ഉണ്ടാവും. അങ്ങനെ ഡീൽ തുടങ്ങുന്ന കുറേ വർഗങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. യേശുവിൻ്റെ രക്തം വന്നു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് റിഡംഷൻ ഉണ്ടാവും, വീണ്ടെടുപ്പ്, റെക്കൺസിലിയേഷൻ ഉണ്ടാവും, നിരപ്പ്. Then it will lead to repentance ഉണ്ടാവും, മാനസാന്തരം. അപ്പൊ ഡീൽ തുടങ്ങുന്ന കുറേ ചരക്കുകൾ മാറിയിട്ട് യേശുവിന്റെ രക്തം വരാൻ നേരത്തെ എന്ത് ചെയ്യും? രണ്ടാമത് 6 തുടങ്ങുന്ന, റീൽ തുടങ്ങുന്ന, വീണ്ടും പുനരാരംഭിക്കുന്ന, ഒരിക്കലുണ്ടായിരുന്നു തിരിച്ചു വരുന്ന റിഡംഷൻ, റെക്കൺസിലിയേഷൻ, റിപ്പൻറ്റൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടാവും. ഇതാണ് ഒരു പ്രത്യേകത. അപ്പോൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യേശു കർത്താവാണ് ഈ ഭൂമിയിലേക്ക് സമാധാനം വന്നതെന്ന് ഒത്തിരി പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സമാധാനം കൊണ്ടുവന്നത്? ജീസസ് ഈസ് എ പീസ് മേക്കർ. ദ ബ്ലഡ് ഓഫ് ജീസസ് ഈസ് ഓൾസോ എ പീസ് മേക്കർ. യേശുവിൻ്റെ രക്തം സമാധാനം കൊണ്ടുവരുന്ന ഒന്നാണ്. ദ ഡെവിൾ ഈസ് എ വാറിംഗ് പേഴ്സൺ. പിശാചൻ എപ്പോഴും യുദ്ധം ചെയ്യുക, പടവെട്ടുക, തമ്മിൽ ചിതറിക്കുക, ഫൈറ്റിംഗ് മോഡിലാണ് എപ്പോഴും പിശാച്. യുദ്ധം ഉണ്ടാക്കും, കലഹം ഉണ്ടാക്കും, കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കും. എന്നാൽ യേശുവിൻ്റെ പ്രത്യേകത, ജീസസ് ആൻഡ് ഹിസ് ബ്ലഡ്, പ്രത്യേകത എന്ന് വെച്ചാൽ ദേ ആർ ദി ആർബിട്രേറ്റേഴ്സ്. ദേ ഹാർമണൈസ് റിലേഷൻഷിപ്സ് വിത്ത് ഗോഡ് ആൻഡ് വിത്ത് മാൻ ആൻഡ് എമംഗ് അവർസെൽവ്സ്. കർത്താവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകതയാണ് ദൈവവും മനുഷ്യനും തമ്മിൽ കണക്ട് ചെയ്യും.
അതിനുള്ളിൽ നിന്ന് വാദിച്ച് സംസാരിച്ച് പ്രശ്നം തീർക്കും. യേശുവിൻ്റെ രക്തം ഇപ്പോൾ രണ്ട് ദൈവവും മനുഷ്യനും, പാപിയായ മനുഷ്യൻ കുറ്റവാളി, ദൈവൻ ന്യായാധിപൻ, രണ്ടിൻ്റെ ഇടകളിലേക്ക് യേശുവിൻ്റെ രക്തം കയറി ചെന്നിട്ട് സംസാരിക്കും. ഞാൻ ഒരു എപ്പിസോഡിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കഴിഞ്ഞ ആദ്യത്തെ എപ്പിസോഡിലാണ് തോന്നുന്നു, ഇങ്ങനെ പറഞ്ഞു, ദ ബ്ലഡ് ഹാസ് ദ കപ്പാസിറ്റി ടു സ്പീക്ക്, എബിലിറ്റി ടു സ്പീക്ക്. രക്തത്തിന് സംസാരിക്കാൻ കഴിവുണ്ട്. സകല മനുഷ്യരുടെയും രക്തം പ്രതികാരത്തിന് വേണ്ടി വാദിക്കുമ്പോൾ, നിലവിളിക്കുമ്പോൾ, യേശുവിൻ്റെ പ്രത്യേകത പാപക്ഷമയ്ക്ക് വേണ്ടി, പിതാവേ ക്ഷമിക്കണമേ, എൻ്റെ രക്തത്താ ഇയാളെ വെറുതെ വിട്ടേക്ക് എന്ന് പറയുന്നതാണ് യേശുവിൻ്റെ രക്തം. അപ്പോൾ അങ്ങനെ ഒരു പീസ് മേക്കറായിട്ട് മാറുന്നു. കൊലോസ്യ ലേഖനത്തിലേക്കൊന്ന് പോയാലോ. കൊലോസ്യൻസ് ചാപ്റ്റർ 1, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 19-20, 19 and 20. For God was pleased to have all his fullness dwell in him, and through him to reconcile to himself all things, whether things on earth or things in heaven, by making peace through his blood shed on the cross. അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്, അവനിൽ നിരപ്പിപ്പാനാണ് അവന്റെ രക്തത്തിൽ. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട്, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നിരപ്പിപ്പാൻ. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ള സകലവും തമ്മിൽ കണക്ട് ചെയ്ത് നിരപ്പിലേക്ക് കൊണ്ടുവരുന്നത് അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തമാണ്. ദ വോയിസ് ഓഫ് ദ ബ്ലഡ് ഓഫ് ജീസസ്, അല്ലേ? യേശുവിൻ്റെ രക്തത്തിനൊരു ശബ്ദമുണ്ട്. അപ്പോൾ ഞാൻ ഇത്തിരി മലയാളീകരിച്ച് കുറച്ചുകൂടി ലളിതമായ മലയാളത്തിൽ, മനസ്സിലാക്കാവുന്ന മലയാളത്തിൽ പറയാം. യേശു കർത്താവിൻ്റെ രക്തമാണ് ഒത്തുതീർപ്പുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ? പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു അങ്ങോട്ട് സംസാരിച്ച്, ഒത്തുതീർപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ സംസാരിച്ച് അവിടെ സംസാരിച്ച് പോട്ടെ മക്കളെ, ഇതെല്ലാം നമുക്ക് സമാധാനമൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തുതീർപ്പാക്കുന്നതാണ് യേശുവിൻ്റെ രക്തം. അപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധി നിമിത്തം മനുഷ്യരുടെ ക്രിമിനലിസം അല്ലെങ്കിൽ ആ വിക്കറ്റ്നസ് അതിനെ ശിക്ഷിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ യേശുവിൻ്റെ രക്തം നടുക്കൂട്ടം കയറി ചെന്നിട്ട് പിതാവേ ഇവരോട് ക്ഷമിച്ചേ പറ്റൂ എന്ന് പറയും. ഇവിടെ നോക്ക്, ഒരു പാപം ചെയ്തു കഴിയുമ്പോൾ ദൈവസന്നിധിയിലേക്ക് ചെല്ലാനുള്ള പ്രാഗൽഭ്യം നമുക്ക് പിന്നില്ല, അതല്ലേ? പെട്ടെന്ന് തന്നെ ആദാം തോട്ടത്തിൽ ദൈവം വരുന്നു എന്ന് കണ്ടിട്ട് ഒളിച്ചു. ആള് രംഗത്ത് വരുന്നില്ല. ഇത് തന്നെ പലപ്പോഴും നമുക്ക് മനസ്സിൽ, അല്ലേ? ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തോന്നും, അല്ലേ? പ്രാർത്ഥിക്കുന്ന സമയത്ത് മനസാക്ഷിയിൽ ഇങ്ങനെ എന്തോ ഒരു ഇത് വന്നിട്ട് പ്രാർത്ഥന അങ്ങ് ക്ലോസ് ആയി പോകും. പിന്നെ ക്ലിയർ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം, അല്ലേ? കുറ്റങ്ങൾ ഏറ്റുപറയണം. ഞാൻ എൻ്റെ കുറ്റം മറച്ചു വെച്ചില്ല, പകരം ഞാൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചപ്പോൾ അവരെന്നോട് കരുണ കാണിച്ചു. അപ്പം അത് ഏറ്റുപറഞ്ഞു. അങ്ങനെ ഏറ്റുപറയുമ്പോൾ ഉടൻ തന്നെ പാപം ഏറ്റുപറഞ്ഞ് കർത്താവെ നിന്റെ രക്തത്താൽ എന്നെ കഴുകണേ എന്നെങ്ങാലും പറഞ്ഞാൽ, ആ സമയത്ത് അതുവരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കുറ്റാരോപണം നടത്തിക്കൊണ്ടിരുന്ന കുറ്റാരോപകനായ, എതിർകക്ഷിയായ, അക്യൂസറായ സാത്താൻ യേശുവിൻ്റെ രക്തം എന്ന് പറയുമ്പോൾ ആ സ്മെല്ലടിച്ചിട്ട് അപ്പോൾ വാല് ചുരുട്ടിപ്പോവും. പിന്നെ അവിടെ നിൽക്കാൻ സാധ്യമല്ല. അടുത്തത് നേരത്തെ പറഞ്ഞല്ലോ, യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത എന്താണ്? പാപക്ഷമയ്ക്ക് വേണ്ടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. വാ കൊണ്ട് നമ്മൾ ഈ കർത്താവായ യേശുവിൻ്റെ രക്തം കൊണ്ട് ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ പിതാവിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ ഉപേക്ഷിക്കാൻ പറ്റും, പുത്രൻ്റെ രക്തത്തെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ആ കെയർ ഓഫിൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. ഇപ്പോഴാണ് ഹല്ലേലൂയ പറയേണ്ടത്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു? ആ സമയത്ത് അവിടെ ഒത്തുതീർപ്പുണ്ടാവുകയാണ്. പിതാവ് പറയും, ഓക്കെ, എൻ്റെ പുത്രൻ്റെ രക്തമാണെങ്കിൽ എനിക്ക് നിഷേധിക്കാൻ പറ്റില്ല. പിശാച് സ്ഥലം വിട്ടു, സ്ഥലം കാലിയാക്കി. നമ്മളോ? നമ്മൾ കുറ്റവിമുക്തരായി മാറും, വീണ്ടും ശുദ്ധീകരിക്കപ്പെടും. ക്ലീൻ സ്ലേറ്റ്. പറഞ്ഞേ, ക്ലീൻ സ്ലേറ്റ്.
എന്ന് വെച്ചാൽ ആ സ്ലേറ്റിൽ അതുവരെ എഴുതിയിരുന്ന എല്ലാം മായ്ച്ച് വൃത്തിയുള്ള ഒരു ക്ലീൻ സ്ലേറ്റുമായിട്ട് നമ്മൾ പുറത്തേക്ക് വരും. അതിന് എത്ര മണിക്കൂർ വേണം? മണിക്കൂറൊന്നും വേണ്ട. എത്ര മിനിറ്റൊന്നും വേണ്ട. ഏത് നിമിഷം ആ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുന്നു, ആ സമയത്ത് പരിപൂർണമായി മാറ്റപ്പെടും. ഞാനൊരു സംശയം കൂടി ചോദിച്ചോട്ടെ. ഈ കുളിയുടെ കാര്യം നമ്മളൊരു ദിവസം പറഞ്ഞു. നിങ്ങൾ എത്ര നേരം കുളിക്കാറുണ്ട്? ഈ കുളിപ്രാന്ത് വരുന്നൊരു പരിപാടിയാണ്. അത് മാനസിക ഒരു വിഭ്രതിയുടെ ഒരു സംഭവമാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു, അതിന് അഗെയിൻസ്റ്റായിട്ട്. ഇനി കുളിക്കാത്തവരുണ്ടെങ്കിൽ അതിനുവേണ്ടിയും പ്രാർത്ഥിക്കും. അതും പ്രശ്നമാണ്. നോർമൽ കുളി വേണം, ദിവസം 2 വേണ്ടേ? രാവിലെയും വൈകിട്ടെങ്കിലും കുളിക്കണ്ടേ? അപ്പോൾ ഈ ഞാൻ ജനുവരി 1 കുളിച്ചതാണ്. പിന്നെ ഞാൻ എല്ലാ ദിവസവും കുളിക്കേണ്ട ആവശ്യമുണ്ടോ ബ്രദറെ? ജനുവരി 1 ഞാൻ കുളിച്ചു. ഇനിയിപ്പോൾ ഡിസംബർ 31 കുളിച്ചാൽ പോരെ? ഒരു വർഷം മുഴുവൻ നിങ്ങൾ സമ്മതിക്കൂ? അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ അടുപ്പിക്കൂ? ജനുവരി 1 യേശുവിൻ്റെ രക്തത്താൽ ഞാൻ എന്നെ തന്നെ എല്ലാം ഏറ്റു പറഞ്ഞതാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ കർത്തൃമേശയുടെ കാലത്ത്, കഴിഞ്ഞ ആണ്ടിൽ ഞാൻ എല്ലാം പറഞ്ഞതാണ്. അതുകൊണ്ട് ഇനി അടുത്ത ആണ്ടിൽ മതി എന്ന് പറഞ്ഞാൽ സമ്മതിക്കൂ? ദിസ് ഇസ് എ റെഗുലർ തിങ്. എപ്പോഴെല്ലാം മനസാക്ഷിയിൽ അല്പം അഴുക്ക് വന്നു അപ്പോൾ തന്നെ കഴുകണം. അല്ലെങ്കിൽ കുറേ അഴുക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് വല്ലാത്ത പരുവത്തിലായിപ്പോകും. പണ്ടൊരു ഭിക്ഷക്കാരനെ പിടിച്ച് കുളിപ്പിച്ച് കുറേ തേച്ച് കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഇന്നർ വെയർ ബനിയൻ എന്ന് പറയുന്നത് വെളുത്ത ആളാണെന്ന് ചിന്തിച്ചു. കാരണം നല്ല കളർ. അപ്പോഴാണ് മനസ്സിലായത് അത് ഇന്നർ ബനിയൻ എന്ന് പറയുന്ന ഇന്നർ ക്ലോത്ത് ആയിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് വെച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വേറൊരെണ്ണം കൂടി വന്നു. കാരണം അത്രയും ഡെപ്പോസിറ്റ് ചെയ്ത് അഴുക്ക് പിടിച്ച ആൾ പൊതിഞ്ഞിരിക്കാൻ. ഇതുപോലെ ആകരുത് ദൈവമക്കൾ. എന്താ ചെയ്യേണ്ടത്? അതത് സമയത്ത് ശുദ്ധീകരണം പ്രാപിക്കുക, കഴുകപ്പെടുക. അതാണ് നമുക്ക് ആവശ്യം. ഇനി 1 തിമോത്തിയോസ് 2-ാം അധ്യായം 5-6. 1 Timothy chapter 2, 5 and 6. ദൈവം ഒരുവനല്ലോ, ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു. അവിടെ ഒരു മീഡിയേറ്റർ എന്ന് പറഞ്ഞിട്ടാണ് യേശുവിനെ പ്രസന്റ് ചെയ്യുന്നത്. മധ്യസ്ഥൻ, നടുക്ക് നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് തമ്മിൽ റെഡിയാക്കുന്ന മധ്യസ്ഥൻ. ഇനി ഹീബ്രൂസ് 8:6, എബ്രായ ലേഖനം 8:6 വന്ന് അവിടെയും കാണാം മീഡിയേറ്റർ. But in fact, the ministry Jesus has received is as superior to theirs as the covenant of which he is mediator is superior to the old one. അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകിയാൽ അതിന്റെ വിശേഷതയ്ക്കൊത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. അവിടെ ഒരു മധ്യസ്ഥത കണ്ടോ? which he is mediator എന്നവിടെ പറയുന്നുണ്ട്. അപ്പൊ യേശു കർത്താവ് എന്താണ്? മീഡിയേറ്റർ. 9:15 നോക്കിയേ. Hebrews 9:15 For this reason Christ is the mediator of a new covenant. അതുകൊണ്ട് ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. എന്തിന്റെ മധ്യസ്ഥന? പുതിയ നിയമത്തിന്റെ. ദ മീഡിയേറ്റർ ഓഫ് എ ന്യൂ കവനന്റ്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുവാണ്, ഈ നേരത്തെ വായിച്ച ആ വാക്യത്തിൽ, അതായത് 1 തിമോത്തിയോസ് 2:5-6 ആ ഭാഗത്ത് വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. There is one God and one mediator between God and mankind. മൊത്തം മാനവവംശത്തിനും ദൈവത്തിനുമിടയിൽ ഒരൊറ്റ മധ്യസ്ഥ, ഒരു ദൈവമേ ഉള്ളൂ, ഒറ്റ മധ്യസ്ഥനേ ഉള്ളൂ. ഗോഡ് എന്നവിടെ ഉദ്ദേശിക്കുന്നത് പിതാവാ ദൈവം. വൺ മീഡിയേറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് പുത്രനാ ദൈവമാണ്. ഒരാളേ ഉള്ളൂ, ഒന്നും ഇതുള്ളൂ. അതിൻ്റെ അർത്ഥം ഞാൻ വേറെ ഏതെങ്കിലും മീഡിയേറ്ററിലൂടെ, മധ്യസ്ഥം വഹിക്കുന്ന മിഡിൽ പേഴ്സണിലൂടെ പോയാൽ ദാറ്റ് ഈസ് എ റോങ് വേ. ഞങ്ങൾക്ക് വേറെ ബ്രാഞ്ചുകളില്ല എന്ന് എന്തുകൊണ്ടാണ് പല കമ്പനികൾ എഴുതി വെക്കുന്നത്? താഴെ ഒരു സ്റ്റാർ ഇട്ടിട്ട് പറയാം ഞങ്ങൾക്ക് വേറെ ബ്രാഞ്ചുകളില്ല. എന്തുകൊണ്ട്? കാര്യമുണ്ട്. അവരുടെ പേരാരും മുതലെടുക്കരുത്. വേറെ ആളുകളാരും ഞങ്ങൾ ഏജൻസ് ആണെന്ന പേരിൽ വന്ന് നിങ്ങളെ
തട്ടിപ്പ് നടത്തി വഞ്ചിക്കരുത്. അതുകൊണ്ടല്ലേ ചിലർ പരസ്യം കൊടുക്കുന്ന കേട്ടോ, ഞങ്ങളുടെ ഈ എംബ്ലം ഉപയോഗിച്ചോ ഞങ്ങളുടെ ഇന്ന പേരിലോ ഏതെങ്കിലും പ്രോഡക്റ്റുകൾ ഞങ്ങളുടേതല്ലാത്തത് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേർന്നാൽ ഒരിക്കലും ഞങ്ങൾ ഉത്തരവാദികളല്ല. ഞങ്ങൾ ഇറക്കുന്ന ബ്രാൻഡ് ഇങ്ങനെയാണ്. ആ കമ്പനി വ്യക്തമാക്കുകയാണ്. ഇവിടെ ഈ സ്വർഗീയ കമ്പനി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, there is only one God. മാത്രമല്ല, തമ്മിൽ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ ഒരാൾ വഴിയേ വരാവും. അതാരാ? യേശു കർത്താവ്. പുത്രനാം ദൈവം വഴി മാത്രമേ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. യോഹന്നാൻ 14:6 വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് ആ വഴി ഇങ്ങനൊരു റൂട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല. അപ്പൊ യേശുവാണ് മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും ഇടയിൽ നിന്ന് ഒത്തുതീർപ്പുണ്ടാക്കി നമ്മുടെ പ്രാർത്ഥനകൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനും ഉത്തരങ്ങൾ ഇങ്ങോട്ട് തരാനും സകലവും അവൻ മുഖാന്തരം ഉളവായി. വീണ്ടെടുപ്പ് അവൻ മുഖാന്തരം സാധിച്ചു. അവൻ്റെ നാമത്തിൽ അങ്ങോട്ട് പോകാം, അവൻ്റെ നാമത്തിൽ അപേക്ഷിക്കാം, അവൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ, അവൻ്റെ നാമത്തിൽ എല്ലാം ചെയ്യാം. വേറെ ഒന്ന് ഇല്ല. ഇത് ആവർത്തിച്ച് പറയാൻ കാരണം, ഇതൊക്കെ ഈ മോർണിംഗ് ഗ്ലോറി എല്ലാം കണ്ടാലും ചില ആളുകൾക്ക് പിന്നെയും തോന്നുന്നത്, എന്നാലും ദൈവം ഇങ്ങനെ നമ്മൾ പിതാക്കന്മാരായിട്ടും നമ്മുടെ കുടുംബത്തിലുമൊക്കെ പാരമ്പര്യമായിട്ടൊക്കെ മനസ്സിലാക്കി വന്ന പ്രാർത്ഥനാ ക്രമങ്ങളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും വ്യക്തികളും ഒക്കെ ഉണ്ടല്ലോ, അവരെയും ദൈവം തള്ളിക്കളയാതിരിക്കൂ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവരോടാണ് ഞാൻ പറയുന്നത്, ദിസ് ഈസ് ദൈവിക നിയമം. എനിക്ക് മാറ്റാൻ പറ്റുമോ? നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമോ? ഏതെങ്കിലും സഭാ മേലധ്യക്ഷന്മാർക്ക് മാറ്റാൻ പറ്റുമോ? ഒരു മനുഷ്യനും ഇത് മാറ്റാൻ സാധ്യമല്ല. കാരണം ദൈവം വളരെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എബ്രായ ലേഖനം 9:15 വായിച്ചേ, 12:24 അവിടെ പറയുന്നത്, ടു ജീസസ് the mediator of a new covenant and to the sprinkled blood that speaks a better word than the blood of Abel. ഒരിക്കൽ വായിച്ചിട്ടൊന്നുകൂടി വായിക്കും. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നു. രക്തത്തിന്റെ അടുക്കലാണ് വന്നിരിക്കുന്നത്. മീഡിയേറ്റർ ഓഫ് എ ന്യൂ കവനന്റ്, ഈ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാണ്. അത് പ്രത്യേകിച്ച് എബ്രായ ലേഖനത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ അത് പറയുന്നുണ്ട്. അനേക സ്ഥലങ്ങളിൽ വ്യംഗ്യമായും നേരെ എല്ലാ രീതിയിലും വളരെ ശക്തമായി പറഞ്ഞിരിക്കുന്ന ഒന്നാണ് യേശു ക്രിസ്തു. അവൻ്റെ രക്തം ആണ് ദൈവത്തെയും നമ്മളെയും തമ്മിൽ നിരപ്പിക്കുന്നത്. മറ്റ് ഒരു കാര്യത്തിനും ഇതിൽ നിന്ന് മാറ്റാൻ സാധ്യമല്ല. അപ്പൊ ആ രക്തത്താലുള്ള ബന്ധത്തെയാണ് എന്ത് വിളിക്കുന്നത്? പറഞ്ഞ രക്തബന്ധം. രക്തബന്ധം. അപ്പോ യേശുവിന്റെ രക്തത്തിലൂടെയുള്ളൊരു ബന്ധം നമുക്ക് പിതാവുമായിട്ടുണ്ട്. യേശുവിന്റെ രക്തത്തിലൂടെയുള്ള ബന്ധം നമുക്ക് മറ്റുള്ള വീണ്ടെടുക്കപ്പെട്ട അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുമായിട്ടുണ്ട്. അത് ഏത് ജാതിയിൽ നിന്ന് ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നാലും ഒറ്റ രക്തത്താലുള്ള ബന്ധമാണ്. ഒറ്റ രക്തത്താലുള്ള ബന്ധം. ഒരു പക്ഷെ പറഞ്ഞു കാണും, ചില വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിൽ ചില സ്ഥലങ്ങളിലൊക്കെ ശുശ്രൂഷിക്കാൻ പോയ സമയത്ത്, എനിക്ക് തോന്നുന്നു ആഡ്ലൈഡ് ഭാഗത്താണോ എവിടെ ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ വേണ്ടി ഞാൻ ചെന്നപ്പോൾ, അവിടുത്തെ ദേവദാസൻ പാസ്റ്റർ ന്യൂസിലാൻഡിൽ നിന്നുള്ളൊരു മനുഷ്യനാണ്. പിന്നെ ഫീജി ഐലൻഡിൽ നിന്നുള്ള കുറേ പേരവിടെ ഉണ്ട്. അതുകൂടാതെ ചുറ്റുമുള്ള പല പല രാജ്യങ്ങളിൽ നിന്നുള്ളവരവിടെ ഉണ്ട്. പലരും ഉണ്ട് അവിടെ. അപ്പം ഞാനവിടെ ഗസ്റ്റ് സ്പീക്കറായിട്ട് ചെല്ലുന്നു. അവരുടെ വർഷിപ്പ് എല്ലാം കഴിഞ്ഞ് ഞാൻ ശുശ്രൂഷിക്കുന്നു. അപ്പോൾ അവരെന്നെ കണ്ടിട്ടില്ല. നമ്മുടെ TV പ്രോഗ്രാം പോലും കാണില്ല. മലയാളികളോ നമ്മുടെ നാട്ടിൽ ഇന്ത്യക്കാരോ അല്ലല്ലോ. ഏതൊരു രീതിയിൽ പലരും പറഞ്ഞ് കണക്റ്റഡായി അങ്ങനെ പോയതാണ്. ഞാൻ ശുശ്രൂഷിക്കാൻ തുടങ്ങി. ചില മിനിറ്റുകൾ കഴിഞ്ഞു, ഇത്തിരി കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ തന്നെ അവിടെ ഇരിക്കുന്ന സകലരുമായിട്ടൊരു കണക്ഷൻ വന്നു. മീൻസ് ഒരു എന്താണ് അതിനെ പറയേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. ആദ്യമായി ഏത് പ്ലാനറ്റിൽ നിന്ന് വരുന്ന മനുഷ്യനാണ് ഞാൻ എന്നുള്ളത് അവർക്ക് അറിഞ്ഞുകൂടാ. ആദ്യമായി കാണുന്നൊരു ഇന്ത്യക്കാരൻ
അവിടെ ഉള്ളവരാണെങ്കിൽ പല പല രാജ്യത്ത് നിന്നുള്ളവർ. പക്ഷെ അവിടെ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ ആ ദൈവിക സന്നിധിയിൽ എല്ലാ വ്യക്തികളും തമ്മിൽ, അതാണ് ഒരു സ്ഥലത്ത് പറഞ്ഞത്, വിവിധ ഭാഷകളിൽ നിന്ന്, ഗോത്രത്തിൽ നിന്ന്, ജാതിയിൽ നിന്ന്, വംശത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവർ. അപ്പൊ ചില കൂട്ടങ്ങളിൽ ചെല്ലുമ്പോൾ ഇപ്പോഴേ സ്വർഗത്തിന്റെ ചെറിയൊരു റെപ്ലിക്ക കാണാം, കാരണം പല ടൈപ്പ് ആളുകൾ ഇരിക്കുന്നത് കാണുമ്പോൾ. പക്ഷെ ദാറ്റ് റിലേഷൻഷിപ്പ് വാസ് എ ബ്ലഡ് റിലേഷൻഷിപ്പ്. ഇത് കഴിഞ്ഞിട്ട് ആ പാസ്റ്റർ എന്നേക്കാൾ ഒത്തിരി പ്രായമുള്ള മനുഷ്യൻ, അദ്ദേഹം പേഴ്സണലി എൻ്റെ അടുത്തിട്ട് വന്ന് ചോദിക്കുകയാണ്, would you just pray for me that miracles may happen in my ministry, healings may happen in my ministry. അദ്ദേഹം എന്നോട് പറയാം, ഇതിൻ്റെ കാരണം എന്താണ്? ആ യേശുവിൻ്റെ രക്തത്താലുള്ള ബന്ധമാണ്. ഇതിൻ്റെ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ളൊരു കാര്യം ഞാൻ നാളെ പറയും, നാളത്തെ മിസ്സാകരുത്. ഇന്ന് വൈകിട്ട് നമുക്ക് ഹീലിംഗ് ക്രൂസൈഡ് ഉണ്ട്. കർത്താവ് എന്തൊക്കെയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുണ്ടാകണം, മറ്റുള്ളവരുണ്ടാകണം, സൂമിൽ വരാം, യൂട്യൂബിലൊക്കെ കാണാം. കർത്താവ് ചില അത്ഭുതങ്ങൾ, ഈ ദിവസങ്ങൾ മഹാത്ഭുതങ്ങൾ തൻ്റെ ജനത്തിന് വേണ്ടി ചെയ്യും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. രോഗികളെ അങ്ങ് സൗഖ്യമാക്കണേ, ഇപ്പോഴേ അത് നടക്കട്ടെ കർത്താവേ. ഈ പല്ലുകൾ പിടിപ്പിച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ, മോണയുടെ ആ ഭാഗത്തുള്ള, ജോയുടെ ആ ഭാഗത്തുള്ള പാലറ്റും അതിനോട് ചേർന്നുള്ള ആ ഭാഗങ്ങളിലുള്ള ഇൻഫെക്ഷനും അതിനോടനുബന്ധിച്ചുള്ള പല പ്രയാസങ്ങളും കോംപ്ലിക്കേഷനുമായിട്ട് ഉള്ള ചിലരെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. അതുപോലെ അന്നനാളം സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. സ്കിൻ ഡിസീസുകളും അലർജികളും സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ക്യാൻസർ രോഗം സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ആ രക്തബന്ധത്താലുള്ള വിടുതലുകൾ നടക്കട്ടെ, വലിയ റെക്കൺസിലിയേഷൻ നടക്കട്ടെ. തിരുനാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങൾ ഈ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാമുകളിലൂടെ ഏതെങ്കിലുമൊക്കെ നിലയിൽ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ വിത്ത് us. ഒരുമിച്ച് നമുക്ക് ശുശ്രൂഷിക്കാൻ. നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്ട്നേഴ്സോ സ്പോൺസേഴ്സോ ഒക്കെ ആകാം. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ ലഭിക്കും. ബ്ലെസ്സിങ് ടുഡേയുടെ ബ്ലെസ്സിങ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത്, സ്ക്രീനിൽ കിടന്ന മൊബൈൽ നമ്പറിൽ നിങ്ങൾക്കൊരു മെസ്സേജ് ഇടാം. ഓഡിയോ മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ഇടാം. നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കും. ഇവിടെ നിന്ന് നിങ്ങളെ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഈ ബുക്സ് ഞാൻ എല്ലാ ദിവസവും അനൗൺസ് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽസ് പറയുന്നില്ല, സ്ക്രീനിലുണ്ട്. നിങ്ങൾക്കുള്ളതാണ്. പോസ്റ്റേജും ഹാൻഡ്ലിംഗ് ചാർജസും മാത്രം കൊടുത്താൽ ബണ്ടിൽസാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ലീയുടെ ഡിജിറ്റൽ ചാലഞ്ചിൽ നിങ്ങൾക്ക് പങ്കാളികളാകാം. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് വൈകിട്ട് ഹീലിംഗ് ക്രൂസൈഡ്, നാളെ രാവിലെ നമുക്ക് മോർണിംഗ് ഗ്ലോറി, എല്ലാ ദിവസവും രാവിലെ വൈകിട്ടും പ്രോഗ്രാമുണ്ട്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.